മീനാക്ഷിക്ക് ഇപ്പൊ എന്താ പറ്റിയേ? കോടാണിയുടെ നാക്കൊടിഞ്ഞ പോലെ ഒരു മുണ്ടാട്ടും ഇല്ലല്ലോ. ഒന്നും പറയണ്ട എന്റെ പെണ്ണുങ്ങളെ. നീ ഒന്ന് തെളിയിച്ച് പറയടി. പകലന്തിയോളം പാടത്തും പറമ്പിലും പണി. വീട്ടിൽ ചെന്നാലേ ആ കാലമാടന്റെ ചവിട്ടും തൊഴിയും. എനിക്ക് ജീവിതം തന്നെ മടുത്തു. കുട്ടികൾ ഉണ്ടായില്ലേ? അല്ലെങ്കിലേ നിയമങ്ങളുടെയൊക്കെ പരിരക്ഷ ആവശ്യത്തിനുണ്ടായിട്ടും ഇങ്ങനെ പൂങ്കണ്ണീർ ഒഴിക്കണോ എന്റെ മീനാക്ഷിയെ? പരിരക്ഷയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വേണ്ടപ്പെട്ടവരിൽ നിന്ന് പരിഗണന ലഭിക്കണ്ടേ? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ശക്തമായ നിയമങ്ങളും നിലവിലുണ്ട്. കൂടാതെ 73-74 ഭരണഘടന ഭേദഗതിയുടെ ഭാഗമായി വനിതാ സംവരണവും പ്രാദേശിക ഭരണസമിതികളിൽ സ്ത്രീ പങ്കാളിത്തവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അല്ല സാവിത്രി, ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? മീനാക്ഷിന്റെ വീട്ടിലുള്ള മാതിരി തന്നെ ഒന്ന് വീട്ടിലുണ്ട്. ഇന്നലെ മൂക്കറ്റം കുടിച്ചു വന്ന് നല്ല വായ്ക്കും വക്കാണും തല്ലും പൊടിയൊക്കെ ആയിരുന്നു. രാത്രി വെളിയില്ലാത്തോണ്ടേ രാവിലെ ചവിട്ടി കൂട്ടി മൂലക്കിട്ടിട്ടാ പോകുന്നത്. ഒന്ന് പോയി നോക്കട്ടെ. വെറുതെ ഇരുന്ന് ചന്തിമ തായ്മുണ്ടാക്കേണ്ട ശങ്കര, ഒന്ന് ഇളക്കി അങ്ങോട്ട് നടന്നോട്ടെ. ആസ്പത്രിയിൽ നിന്ന് ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഞാൻ ഡാൻസ് കളിക്കണം തുറപ്പാ. ഏതായാലും എന്റെ അതിരി നോണയും കൊയ്തും പ്രസാദും നോണയും പറഞ്ഞ ഇറക്കലല്ലോ ശങ്കരേട്ടൻ. നിങ്ങക്ക് വേറൊന്നും പറയാല്ലെന്ന് കുറച്ച് നോണ കേട്ടിട്ട് കുറെ കാലായി. എന്നാ കേട്ടോടി, തൊഴിലുറപ്പിന് പോണ സാവിത്രി ഇല്ലേ, ഓള് ആ നാടുകൂട്ടനെ ചവിട്ടി കുട്ടി മൂന്നൊക്കെ കേട്ടിട്ട് എന്താണ് കാര്യം പോക്ക ഒന്ന് തെളിച്ച് പറഞ്ഞേരി. കുടിച്ചു കഴിഞ്ഞാൽ നാടുകൂട്ടൻ ഒരു എരപ്പാളിയാണ്. അല്ല, കുടിക്കാത്ത ദിവസവും ഇല്ല. പിന്നെ അല്ല, അങ്ങനൊക്കെ ആണെങ്കിലും നാടുകൂട്ടൻ എങ്ങനെ ചവിട്ടി കൂട്ടാൻ പാടുണ്ടോ? ഇപ്പൊ മൂത്രം പോലില്ലാന്നാ കേക്കണേ. അങ്ങനെ വിട്ടുകൊടുത്താ പറ്റും. ആ ഇപ്പൊ സാവിത്രിയും കൂട്ടരല്ല വരുന്നേ. നിങ്ങളൊന്നൊരു അക്ഷരം ഉണ്ടണ്ട. അതൊക്കെ പ്രധാന ബ്രോക്കറായ വീരാൻ ചോദിച്ചോണ്ട്, അതായത് ബ്രോ വീരാൻ കുട്ടി ചോദിച്ചോളാം. മനസ്സിലായില്ലേ? എന്താ സാവിത്രി കുഞ്ഞെ, പേരേലാകെ കച്ചറാണല്ലോ. നാടുകുട്ടന്റെ പരിപ്പ് ഇളക്കിന്നാണല്ലോ കേൾക്കണത്. ഇന്റെ കെട്ടിയന്റെ പരിപ്പ് ഇളക്കിയാലും ഇളക്കിയില്ലെങ്കിലും ഞാൻ തന്നെ നോക്കാണ്. അതിൽ നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും അതല്ലല്ലോ ശരി. പുരുഷന്മാർക്കും ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്നാണ് കരുതിക്കോളി. എന്നാ പിന്നെ ഞാൻ നോക്കാനും പറയാനുള്ള ആളെ കൊണ്ടുവരും. ഏത് ശരിയല്ല നിങ്ങൾ ഈ പറയണേ? മേത്തിട്ടെടുക്കല്ല അവളെ, ഒന്ന് മയത്തിൽ പറയ്. മയത്തുള്ള വർത്തനൊക്കെ നിർത്തി വീരാൻക. നൂറ്റാണ്ടുകളായി അടുക്കളയിലുള്ള പുകയും കരിയും ഏറ്റ് വറ്റിവരേണ്ട ശരീരവും സകലമാന പീഡനങ്ങളും ഏറ്റുവാങ്ങി തളർന്ന സ്ത്രീവർഗങ്ങളെയല്ല, മറിച്ച് സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഉന്നത മാനം നൽകുന്ന ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിലും ഞമ്മളെന്തിനാ മറ്റുള്ള കുടുംബത്തിൽ വെറുതെ ഇടങ്കോലുണ്ടത്? വമ്പത്തിലുള്ള എന്നായിട്ടുള്ളു തടി കഴിച്ചിലായി ഭാഗ്യം. എന്താ കുഞ്ഞപ്പാ ഈ കുട്ടി ചാത്ത കൊരങ്ങനെ പോലെ ഇങ്ങനെ തൂങ്ങിയിരിക്കണ്? അല്ല, അന്റെ പെണ്ണുങ്ങളോ അന്നെ ചവിട്ടി കൂട്ടിയോ? ഓ, അന്റെ പെണ്ണുങ്ങള് കാഞ്ഞു പോയിട്ട് ഒരു 3-4 കൊല്ലായല്ലേ? അന്റെ പാപ്പാരത്താലേ എന്തോ വശപ്പശ കിട്ട്. അപ്പൊ എങ്ങനെയാണ് കുട്ട, നാട്ടിൽ നിക്കണോ അതോ ജയിലിൽ പോണോ? രണ്ടിനാണെങ്കിലും ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു തുണ്ട് പേപ്പർ മതി. എനിക്ക് നാട്ടിൽ തന്നെ നിന്നാ മതി. ഈ എന്റെ ഭാഗത്തുനിന്ന് ഒരു വിത്തനി ഉണ്ടാവില്ല. തലയ്ക്ക് വെളിവില്ലാതെ ചെയ്തതിനെ ഇന്ന് രാവിലെ എനിക്ക് തരം പോലെ കിട്ടി. എന്നോട് മാത്രം പറഞ്ഞാൽ പോരാ. പഞ്ചായത്ത് വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതി മുമ്പാകെ രേഖാമൂലം എഴുതി കൊടുക്കുകയും പഞ്ചായത്തിൽ പ്രത്യേക പദവിയിലുള്ള ഫെസിലിറ്റേറ്ററുമായി കൗൺസിലിംഗിന് വിധേയനാവുകയും ചെയ്യണം. പരിഹാര നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക. ഇനിയുള്ള കാലം എന്റെ കുട്ടികളെയും എന്റെ സാവിത്രീന്റെയും കൂടെ ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി. ഗാർഹിക പീഡനം മുഴുത്ത കേസാണെന്നാണ് കുട്ട. പിടിക്കപ്പെട്ടാൽ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും. ഓർത്തോ?
വീടിനകത്തും പുറത്തും തൊഴിലിടങ്ങളിലും യാത്രകളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഏതൊരു പീഡനത്തെയും കണ്ടെത്തി പരിഹരിക്കപ്പെടാത്ത പക്ഷം പോലീസ് കേസാക്കി കുറ്റക്കാരെ ജയിലിൽ അടയ്ക്കുക തന്നെയാണ് സർക്കാരിന്റെ നിർദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നത്. ടീച്ചറെ, ഞാൻ ഇപ്പൊ വരട്ടോ. വേണ്ട ടീച്ചറെ, ഞങ്ങൾ അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകണ്ട. അച്ഛൻ അമ്മയെ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ അച്ഛനെ ജീവിക്കാൻ അനുവദിക്കണം. ടീച്ചർ വന്നിട്ട് കുറെ നേരമായോ? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. ഇങ്ങരുടെ നിലപാട് എന്താണാവോ? പഞ്ചായത്തിൽ നിന്ന് ആള് വന്നിരുന്നു പരാതി കൊടുക്കാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം പഞ്ചായത്തിലേക്ക് പോയാൽ മതി. ടീച്ചറെ, ഞാൻ ഈ പണിക്കുപ്പായി ഒന്ന് മാറി വരട്ടെ. നിങ്ങളും വരി. ഞാൻ നല്ല തൈലം വാങ്ങിയിട്ടുണ്ട്. അത് തേച്ചൊന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാലേ വേദന എല്ലാം പമ്പ കടക്കും. അല്ല, നമ്മുടെ അതിഥി എവിടെ പോയി? സാവിത്രി വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. എവിടെ പഞ്ചമി? അവളെ വിളിക്കൂ. എടി പഞ്ചമി, ഇവളെവിടെ പോയി? നീ എന്തിനാ വാതിലടച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത്? പുറത്ത് നിന്നെ കാണാൻ ആരാ വന്നെന്ന് നോക്കിയേ. പഞ്ചമി, ഈ ടീച്ചർ നിങ്ങളെ കാണാൻ വന്നതാ. മോൾക്കിത് ആദ്യത്തെ അനുഭവമാണോ? എനിക്കെല്ലാരും പേടിയാ. ഇന്നലെ രാത്രി അച്ഛനെയും പേടിച്ച് ഞാൻ കാട്ടിലായിരുന്നു. അച്ഛൻ എന്തൊക്കെയോ കൂട്ടിക്കലർത്തി കുടിക്കുന്നതും പിന്നെ വലിക്കുന്നതും ഞാൻ കണ്ടു. വായന കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. അച്ഛൻ ശല്യം ചെയ്യുന്നത് കണ്ട് ഞാൻ അടുക്കളവാതിൽ തുറന്ന് ഓടി. പിറകെ അച്ഛനും. ഏതോ പാറയുടെ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാവും ഞാൻ രക്ഷപ്പെട്ടത്. സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കാര്യത്തിന്റെ ഗൗരവമൊക്കെ മനസ്സിലായില്ലേ? പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞപ്പൻ ലഹരിയുടെ മാരകമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ജാഗ്രതാ സമിതിയുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കാം. എന്റെ കുട്ടി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ പഞ്ചമിയെ നിങ്ങൾ വിട്ടുതരുന്നോ അതോ ഞാൻ ബലമായിട്ട് കൊണ്ടുപോകണോ? ഈ കത്തിക്ക് പണി ഉണ്ടാക്കല്ലേ. വീട്ടിൽ വന്ന് അതിക്രമം കാണിക്കുന്നോ? പിന്നെ അയൽവാസി എന്നുള്ള കാര്യം ഞാനാണ് മറക്കും. കത്തിന്റെ പണി നിനക്ക് മാത്രമല്ല അറിയാം. നാണൂട്ടാ, ഇതെന്റെ മകളുടെ കാര്യ. നീതിൽ ഇടപെടണ്ട. മകളോ? അതിന്റെ മഹത്വം തനിക്ക് അറിയാവോ? കുഞ്ഞപ്പനെ പേടിപ്പിക്കില്ല. കുഞ്ഞപ്പൻ ഇത് കൊറേ കണ്ടതാ. നീ എങ്ങനെ തല കുത്തി മറിഞ്ഞാലും പഞ്ചമിയെ നിന്റെ കൂടെ വിടൂല. എന്റെ മകളെ നിങ്ങളത് പുഴുകി തിന്നോ? വാർഡ് കൺവീനർ രേണുക ടീച്ചർ അറിയിച്ചത് പ്രകാരം പഞ്ചായത്ത് ജാഗ്രതാ സമിതിയിൽ കിട്ടിയിട്ടുള്ള JS 113 പരാതിയിന്മേലുള്ള ചർച്ചയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. പരാതി പ്രകാരം വാർഡിലുള്ള കുഞ്ഞപ്പൻ എന്ന വ്യക്തി മകൾ പഞ്ചമിയെ നിരന്തരമായി ഉപദ്രവിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി വർഷങ്ങളായിട്ട് ലഹരിക്കടിമയായിട്ടുള്ള ഈ കുഞ്ഞപ്പൻ എന്ന വ്യക്തി കുട്ടിയെ ഇന്നലെ രാത്രി ഉപദ്രവിക്കുകയും കുട്ടി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടതായിട്ടാണ് അറിയപ്പെടുന്നത്. തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുട്ടിയെ കണ്ടെത്തുകയും അംഗനവാടി ടീച്ചർ മുഖേനയാണ് നമ്മളുടെ ജാഗ്രതാ സമിതിയിൽ പരാതി എത്തിയിട്ടുള്ളത്. നമുക്ക് കുഞ്ഞപ്പനെയും കുട്ടിക്കും വേണ്ടിയിട്ടുള്ള സഹായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ചയിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കേണ്ടതാണ്. അടിയന്തിരമായി ആ കുട്ടിയെ പുനരധിവസിക്കാനും അതുപോലെ ആ കുട്ടിയുടെ അച്ഛനായ കുഞ്ഞപ്പനെ ഡി അഡിഷൻ സെന്ററിൽ പ്രവേശിക്കുവാനുള്ള നടപടി പെട്ടെന്ന് സ്വീകരിക്കണം. അപ്പോൾ പോക്സോ, ഗാർഹിക പീഡന നിരോധന നിയമങ്ങൾ തുടങ്ങിയ ശക്തമായ നിയമങ്ങൾ ദേശീയ സംസ്ഥാന കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ, പ്രൊട്ടക്ഷൻ ഓഫീസർമാർ തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ പിന്നെ ഈ പോക്സോ കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം, പെട്ടെന്ന് അറിയിക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നിരവധി കേസുകൾ നമുക്കിതിൽ വരുന്നതാണ്. പക്ഷെ ഓരോന്നും അന്വേഷിച്ചിട്ട് അതിലപ്പോൾ കണ്ടെത്തിയ സംവിധാനങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമായി തീരും. അപ്പം ശരിക്കും അതിനെക്കുറിച്ച് കമ്മീഷൻ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് വകുപ്പിൽ പെടുന്നുള്ളത് അറിയിക്കാൻ പറ്റുള്ളൂ.
മാഡം, ഇതുപോലെ നമ്മൾ ഒന്നും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ശൈശവത്തിലും ബാല്യത്തിലും പൊലിഞ്ഞു പോകുന്ന എത്രയോ ജീവിതങ്ങൾ ഈവൻ സമൂഹത്തിന് പോലും അറിയില്ല ഇതൊന്നും. അപ്പം നമുക്ക് ഏക മാർഗം എന്ന് പറയുന്നത് വാർഡ് പഞ്ചായത്ത് തലങ്ങളിലുള്ള ജാഗ്രതാ സമിതികളെ ശക്തമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓരോ വാർഡിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം, എന്നിട്ട് കമ്മ്യൂണിറ്റിയെ ശക്തമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചർച്ചയിന്മേലുള്ള തീരുമാനങ്ങൾ. പഞ്ചമി എന്ന പെൺകുട്ടിയെ അടിയന്തരമായി കൗൺസിലിംഗ് നൽകേണ്ടതാണ്. പെൺകുട്ടി വീട്ടിൽ സുരക്ഷിതമല്ലാത്തതിനാലും സുരക്ഷ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതിനാലും കുട്ടിയെ CWC മുന്നിൽ ഹാജരാക്കാൻ തീരുമാനിച്ചു. കുഞ്ഞപ്പൻ എന്ന വ്യക്തിയെയും നാണുക്കുട്ടൻ എന്ന വ്യക്തിയെയും മറ്റു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡി-അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചു. പരാതി തുടർ നടപടികൾക്കായി ജില്ലാ ജാഗ്രതാ സമിതി, വനിതാ കമ്മീഷൻ എന്നിവയിലേക്ക് റഫർ ചെയ്യുവാനും തീരുമാനിച്ചു.